കളിച്ചാലുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് മിക്കു. മിക്കു കുറുക്കൻ എന്നും പറക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വപ്നം കാണും. ചുറ്റും കാട്ടിലുടനീളം പക്ഷികളും പൂമ്പാറ്റകളും ഒക്കെ മിക്കു കുറുക്കൻ്റെ മുന്നിലൂടെ പറന്നു നടക്കുന്നുണ്ടാകും. അതൊക്കെ കണ്ട് മിക്കു കുറുക്കൻ നോക്കി നിൽക്കും. അങ്ങനെയിരിക്കെ മിക്കു തനിക്ക് പറക്കാൻ ആഗ്രഹമുള്ള കാര്യം കാട്ടിലെ കുഞ്ഞൻ മുയലിനോട് ചെന്ന് പറയുന്നു. ഇതു കേട്ട കുഞ്ഞൻ മിക്കുവിനെ കളിയാക്കി. പാവം മിക്കു പറക്കാനുള്ള ആഗ്രഹം അവിടെയുള്ള ഒരു കിങ്ങിണി മൂങ്ങയോടും പറയുന്നു. എന്നാൽ കിങ്ങിണി മൂങ്ങയും മിക്കുവിനെ സഹായിച്ചില്ല. കിങ്ങിണി മൂങ്ങ പറഞ്ഞു, പറക്കാൻ ചിറക് വേണം, നിനക്കതില്ലല്ലോ. എന്നാൽ പറക്കാനുള്ള മോഹം മിക്കു തുടർന്നു. കാട്ടിൽ ഒരു കാറ്റ് വീശിയപ്പോൾ മിക്കു പറക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും തന്നെ വിജയം കണ്ടില്ല. മിക്കു കുറുക്കൻ ആകെ സങ്കടത്തോടെ ഇരിപ്പായി. അങ്ങനെയിരിക്കെ അവിടെയുള്ള അമ്മിണിക്കാക്കയോട് കാര്യം പറഞ്ഞു. തനിക്ക് പറക്കണമെന്നും തന്നെ സഹായിക്കണമെന്നും മിക്കു ചോദിച്ചു. പക്ഷേ അമ്മിണിക്കാക്കയും സഹായിക്കാൻ തയ്യാറായില്ല. ഒരു ദിവസം കാട്ടിൽ ഒറ്റപ്പെട്ടുപോയ സുന്ദരി പക്ഷിയെ മിക്കു കുറുക്കൻ കണ്ടു. അവളെയും കൂട്ടി മിക്കു സുന്ദരി പക്ഷിയുടെ വീട്ടിൽ ചെന്നുകൊണ്ടെത്തിച്ചു. മിക്കുവിൻ്റെ ഈ നല്ല പ്രവൃത്തി കണ്ട അമ്മിണിക്കാക്ക മിക്കുവിനെ പറക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം തന്നെ അമ്മിണിക്കാക്ക മിക്കു കുറുക്കനെയും തൻ്റെ പുറകിൽ കയറ്റി ആകാശത്തേക്ക് പറന്നുയർന്നു. ആകാശം കണ്ട മിക്കു കുറുക്കനോ സന്തോഷം കൊണ്ട് ആകാശം ആസ്വദിച്ചിരുന്നു. അതവന് പുതിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ തനിക്ക് പറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ ആഗ്രഹം സാധിച്ച മിക്കു കുറുക്കൻ സന്തോഷത്തോടെ ഇരുന്നു.